നമ്മളിന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് കേട്ടോ. വേറെ ഒന്നുമില്ല, ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഇതിനൊന്നും ഭയങ്കര കളക്ഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ ഇവിടെ കൂടുതൽ ടീഷർട്ടാണ് കേട്ടോ. ടീഷർട്ട് നോക്കാനായിട്ട് തിരുപ്പൂർ പറഞ്ഞായിരിക്കും ഏറ്റവും ബെറ്റർ. പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് വെറുതെ ഇരിക്കുന്ന ആൾക്കാർ നേരിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ എന്തെങ്കിലും ഇപ്പോഴേ തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ഭാവി നിങ്ങൾക്ക് ആ ബിസിനസ് അടിപൊളി ഡെവലപ്പ് ചെയ്യുന്നത്. അല്ല കേസ്, അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് കേട്ടോ. വേറെ ഒന്നുമില്ല, ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അതായത് നമ്മളിപ്പോൾ ഒരു പ്രോട്ടീൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ നേരത്തെ എന്തെല്ലാം കാര്യം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മളിത് ആദ്യമായിട്ട് നമ്മൾ ചെയ്യാനായിട്ട് പോയത് കേട്ടോ. അപ്പോൾ അത് നമ്മൾ എടുക്കാൻ പോകുന്നത് തിരുപ്പൂർ എന്നാണ്, ട്രിവാൻഡ്രം ടു തിരുപ്പൂർ. അപ്പോൾ അവിടെ പോയിട്ടുള്ള ബാക്കി കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. ഒരു ബിസിനസ് തുടങ്ങേണ്ട കാര്യങ്ങളെല്ലാം A to Z കാര്യം നമ്മൾ പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളിന്ന് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് കേട്ടോ ട്രെയിൻ കയറുന്നത്. അവിടുത്തെ ടിക്കറ്റ് എടുക്കാൻ നിന്നപ്പോൾ തന്നെ ഒരു രക്ഷയില്ലാത്ത തിരക്ക്. അപ്പോഴേ മനസ്സിലായി ട്രെയിനിൻ്റെ അകത്തുള്ള അവസ്ഥ എന്തായിരിക്കും എന്ന്. നമ്മളിന്ന് ജനറൽ കമ്പാർട്ട്മെൻറ്റിലാണ് പോണത്. കാല് കുത്താൻ സ്ഥലമില്ല. നമ്മളിവിടെ നിന്ന് കോട്ടയം വരെ നിന്ന് കേട്ടോ. കോട്ടയം വരെ നിന്നിട്ട് ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയപ്പോഴാണ് നമ്മൾ കയറിയിരുന്നത്. പിന്നെ ഇതിൽ നിന്ന് ഇറങ്ങണമാണ് നമ്മൾ ആലോചിച്ചുകൊണ്ടിരുന്നത്, എങ്ങനെ ഇറങ്ങുമെന്ന്. ആൾക്കാരൊക്കെ തൊട്ടിലെട്ടി കിടത്തൊക്കെ ആയി. പക്ഷേ നമ്മൾ ഇറങ്ങാൻ നേരത്ത് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി ചവിട്ടി കഴിഞ്ഞാൽ ആരെങ്കിലും തലയിൽ. മറ്റേ ഗണേശ ചതുർത്ഥി ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കായിരുന്നു ട്രെയിനിൽ. അതോ കാല് വയ്ക്കാൻ സ്ഥലമില്ല. അങ്ങനെ ഒരു നൈസായാണ് അതിൻ്റെ അകത്ത് പുറത്തിറങ്ങി. അതിൻ്റെ അകത്ത് പുറത്തിറങ്ങി കിട്ടാനാണ് കുറച്ച് പാടുപെട്ടത്. ഒരു ഗ്യാപ്പ് ഇല്ലാത്ത രീതിയിൽ ആൾ. എനിക്ക് തോന്നുന്നു ഗണേശ ചതുർത്ഥി ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഭയങ്കര തിരക്ക് കേട്ടോ. ഒരു രക്ഷയില്ല. നോർത്ത് ഇന്ത്യ മൊത്തം വണ്ടി ഉണ്ടെന്നാണ് തോന്നുന്നത്. ഒരു ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ പോലും സീറ്റില്ല. അമ്മാതിരി തിരക്ക്. തറയിൽ പോലും കാല് വയ്ക്കാൻ സ്ഥലമില്ല. അങ്ങനെ കുറച്ച് കഷ്ടപ്പെടുത്തെങ്കിലും നമ്മൾ ട്രെയിനിൽ നിന്ന് പുറത്ത് ചാടി. അപ്പോൾ കേസ്, നമ്മൾ ഇരുന്നും കിടന്ന് നമ്മൾ തിരുപ്പൂർ എത്തിയിരിക്കുന്നുണ്ട്. ഇപ്പോൾ സമയം വന്നിട്ട് 5:13. അപ്പോൾ നമ്മളിവിടെ തിരുപ്പൂർ എത്തിയിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്ത് ഇവിടെ 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാം കേട്ടോ. എന്തായാലും കട തുറക്കുമ്പോൾ ഒരു 8, 8:30, 9 മണിയൊക്കെ ആവും. അപ്പോൾ അതുവരെ നമുക്കിവിടെ റെസ്റ്റ് എടുക്കാം. എന്നിട്ട് നമുക്ക് രാവിലെ പർച്ചേസിനോട്ട് നമ്മളൊരു 6-6:30 കഴിഞ്ഞപ്പോൾ നമ്മൾ എണീറ്റിട്ട് രാവിലെ എണീച്ചൊരു ചായ കുടിച്ചിട്ട് നേരെ നമ്മൾ പുറത്തോട്ടിറങ്ങി. കാരണം നമ്മളിനി ആദ്യം അന്വേഷിച്ച് തുടങ്ങാം. പക്ഷേ അതിന് മുമ്പായിട്ട് നമുക്ക് ആദ്യം കാപ്പി കുടിക്കാം. എല്ലാത്തിനും കാപ്പി കുടിച്ചിട്ട് തുടങ്ങാമല്ലോ. നമ്മൾ വണ്ടി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നടക്കുകയാണ് കേട്ടോ. ഈ ഒരു 3.6 കിലോമീറ്റർ ഉണ്ട്. നമ്മൾ യൂട്യൂബിൽ നോക്കിയിട്ടാണ് ഈ കട കണ്ടുപിടിച്ചത് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോയിട്ട് ആ കടയുടെ പേരും ബാക്കി ഡീറ്റെയിൽസ് ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പം നമുക്ക് നടക്കാം. ഇവിടെ ഇപ്പോൾ 7:49 ആയിട്ടുള്ളൂ കേട്ടോ. ഭയങ്കര വെയിൽ. ഇപ്പോൾ തന്നെ ഈ വെയിലാണ്. ഒരു 12 മണിയൊക്കെ അപ്പോൾ എനിക്ക് തോന്നുന്നു മരിക്കുമെന്നാണ് തോന്നുന്നത്. ഓടെ എടുത്ത് എന്തായാലും നന്നായി. നമ്മൾ ആദ്യത്തെ സ്പോട്ടിൽ പോയായിരുന്നു കേട്ടോ. ആദ്യത്തെ സ്പോട്ടിൽ പോയത് ഇത് ഫാസ്റ്റ് കളേഴ്സ് എന്ന് പറഞ്ഞ സ്പോട്ടിലാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് ഇന്ന് ഗണേശ ചതുർത്ഥി ആയതുകൊണ്ട് ഇന്ന് അവിടെ ക്ലോസിംഗ് ആണ്. അപ്പോൾ അവിടെ ക്ലോത്തൊന്നും നമുക്കിന്ന് കിട്ടത്തില്ല, നാളെ വന്നാലേ കിട്ടത്തുള്ളൂ. അപ്പോൾ അത് ചെന്ന് നമുക്കൊന്ന് പെട്ടുപോയി കേട്ടോ. അവിടെ അപ്പോൾ ഇത്തിരി കുഴപ്പമില്ലാത്ത ഐറ്റംസ്, ഇത്തിരി ക്വാളിറ്റിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലേ. 8 കിലോമീറ്ററിന് കേട്ടോ നമ്മൾ തിരുപ്പൂരിൽ നിന്ന് റെയിൽവേ സ്റ്റേഷൻ തൊട്ട് ഇങ്ങോട്ട് വരെ നടന്നത്. ഇനി നമുക്ക് ഇവിടെ നിന്ന് ബസ് കയറിപ്പോയി. ഇനിയിപ്പോൾ ആ സൈഡിൽ കുറച്ച് ഹോൾസെയിൽ ഷോപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇനി അവിടെ കൂടെ പോയി നോക്കട്ടെ. എന്നിട്ട് നിങ്ങൾക്ക് നല്ല കടകൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇതൊരു നല്ല കടയാണ് കേട്ടോ. ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളവർ വിളിച്ച് നോക്കിയിട്ട് വന്നാൽ മതി. ഇങ്ങനെ ഡ്രസ്സ് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ നല്ലൊരു ഓപ്ഷനായിട്ടാണ് എനിക്ക് തോന്നിയത്. അതാണ് നമ്മൾ ഫസ്റ്റ് ഇവിടെ തന്നെ നോക്കിയത്. ഇനി വേറെ കട നോക്കിയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ കിട്ടിയിരുന്നു. അങ്ങനെ നമ്മൾ നടന്ന് തളർന്ന് നേരെ തിരുപ്പൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തായിട്ടുള്ള ഒരു കൊച്ചു പാർക്കിൽ വന്നു കേട്ടോ. അവിടുത്തെ എൻട്രി എന്ന് പറയുമ്പോൾ ഫ്രീ ആണ്. നമ്മൾ സൈൻ ചെയ്തിട്ട് നമുക്ക് അകത്ത് കയറാം. അവിടെ എല്ലാം എഴുതി വെച്ചിരിക്കുന്ന തമിഴിലാണ് കേട്ടോ. ഇംഗ്ലീഷിലൊന്നും ഒരു കാര്യം എഴുതിയിട്ടില്ല. അതിനെപ്പറ്റി എനിക്ക് ആദ്യം അറിഞ്ഞുകൂടായിരുന്നു. അപ്പോൾ ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോൾ ഇത് മറ്റേ ഫ്രീഡം ഫൈറ്റേഴ്സാണ് കേട്ടോ. മെയിനായിട്ടുള്ള തിരുപ്പൂർ, കുമാരൻ, അങ്ങനത്തുള്ള കുറേ ആൾക്കാരുടെ ഫോട്ടോസാണ് അവിടെ വെച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ സ്പോട്ട് കേട്ടോ. ഇതൊരു മലയാളിയാണ് ഈ കട നടത്തിക്കൊണ്ട് പോകുന്നത്. ഓണർ ആണെന്ന് അറിയത്തില്ല, പക്ഷേ മലയാളിയാണ് കേട്ടോ നമുക്ക് സാധനങ്ങളൊക്കെ എടുത്തിരുന്നത്. ഇവിടെയുള്ള ഒട്ടുമിക്ക കടയും മലയാളീസാണ് നിൽക്കുന്നത്. പക്ഷേ നല്ല കിട്ടില്ല പ്രീമിയം ക്വാളിറ്റിയുള്ള സാധനം കൊണ്ടേട്ടാ. അപ്പോൾ നമുക്കിനി ലൈറ്റായിട്ട് വല്ലതും കഴിച്ചിട്ട് ബാക്കി പർച്ചേസിലോട്ട് പോവാം. ഇതിനൊന്നും ഭയങ്കര കളക്ഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ ഇവിടെ കൂടുതൽ ടീഷർട്ടാണ് കേട്ടോ. ടീഷർട്ട് നോക്കാനായിട്ട് തിരുപ്പൂർ പറഞ്ഞായിരിക്കും ഏറ്റവും ബെറ്റർ. ഷർട്ടും ഷൂസും കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു ബാംഗ്ലൂരോ ഡൽഹിയൊക്കെ പോകുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ കേട്ടോ. ബാക്കി സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഈ ഷോപ്പിൽ നിൽക്കുന്ന ഒട്ടുമിക്ക ആൾക്കാരും മലയാളികളാണ് കേട്ടോ. നമ്മുടെ ട്രിവാൻഡ്രത്തുള്ളവരായാലും കാസർഗോഡ് അങ്ങനത്തെ ആൾക്കാരാണ് ഇവിടെ ഷോപ്പ് ഇട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഡീലീസിൻ്റെ കാര്യത്തിൽ വലിയ പേടിയൊന്നുമില്ല. പിന്നെ ചില കടയിൽ ഒരു ക്രൈറ്റീരിയ കണക്ക് ചിലപ്പോൾ 40 പീസോ അങ്ങനെയൊക്കെ എടുക്കേണ്ടി വരും. അത് നിങ്ങൾ ഉള്ളത് എങ്ങനെയാണോ റേറ്റ് അനുസരിച്ച് എല്ലാ കടയിലും ഒന്ന് നല്ലപോലെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഉള്ള രീതിയിൽ എടുക്കുക. പിന്നെ നിങ്ങൾ ഈ ചായ കുടിക്കാനൊക്കെ പോകാൻ നേരത്തെ ഇങ്ങനെ ഡ്രീമുകൾ പറഞ്ഞുകൊണ്ടിരിക്കാതെ അങ്ങ് മുന്നിട്ടിറങ്ങി ചെയ്യുക. അത്രേ ഉള്ളൂ. ഒരു ബിസിനസ് തുടങ്ങാൻ തീരുമാനിച്ച് അങ്ങ് തുടങ്ങിക്കളയാം. അത്രയും അല്ലാതെ നിങ്ങൾ പ്ലാൻ വെച്ചുകൊണ്ടിരുന്നാൽ പ്ലാൻ കൊണ്ട് ഇരിക്കുകയുള്ള കാര്യം. അപ്പോൾ നിങ്ങൾ അത് ചെയ്യുക. ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ക്വാളിറ്റീസ് ഉണ്ട്. അപ്പോൾ ക്വാളിറ്റി മെയിനായിട്ട് ചെക്ക് ചെയ്തെടുക്കുക. എങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ നല്ല പ്രീമിയം ക്വാളിറ്റിയിലുള്ള സാധനം കിട്ടും. പിന്നെ കുറച്ച് ഏജൻസിമാരുണ്ട് കേട്ടോ. അപ്പോൾ അവരെ ചെന്ന് പെടാതിരിക്കാൻ പ്രത്യേകം ശ്രമിക്കുക കേട്ടോ. അവർ കൊണ്ടുപോയിട്ട് മാനുഫാക്ചേഴ്സ് ആണ് അങ്ങനെ പറഞ്ഞ് നമ്മളെ കൊണ്ടുപോകും. അപ്പോൾ നമുക്ക് കുറച്ച് ചിലപ്പോൾ ക്യാഷ് അവർ ചോദിക്കുക. അപ്പോൾ
അങ്ങനെയൊന്നും പോയി വീഴാത്ത നമ്മൾ തന്നെ പോയി ഒന്ന് മാക്സിമം ഓരോ കടയിൽ കയറി ഇറങ്ങി റേറ്റ് നോക്കിയിട്ടേ ബാക്കി വാങ്ങിക്കാമല്ലോ കേട്ടോ. ഇനി അടുത്ത പോകുന്നത് തിരുപ്പൂരിൽ നിന്ന് ഒരു 50-56 കിലോമീറ്റർ മാറിയിട്ട് ഈ റോഡ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് കേട്ടോ. അവിടെ പോകുന്ന വഴിക്ക് നമ്മൾ പണ്ടത്തെ ട്രഡീഷണൽ ടൈപ്പ് ഉണ്ടല്ലോ കാളവണ്ടി, ഇത് ഇപ്പോഴും ഉണ്ടാകുന്ന അവിടെ പോയപ്പോഴാണ് ശരിക്കും കണ്ടത്. നമ്മൾ ഈ റോഡിൽ പ്രധാനമായിട്ട് പോകാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള മുണ്ട്, ഷർട്ട്, ലുങ്കി, പിന്നെ സാരി, നൈറ്റി അതുപോലത്തെ സാധനങ്ങൾ കൂടുതലും നമുക്ക് ഹോൾസെയിലായിട്ട് കിട്ടുന്നത് ഈ റോഡിലാണ് കേട്ടോ. അതിൻ്റെ ഓണം പ്രമാണിച്ച് അവർ പേരും തകർന്നു, ഷർട്ട് മുണ്ട് ഒരു പേരായിട്ട് തന്നെ അവർ കൊടുക്കുന്നുണ്ട്. നിങ്ങളൊരു ക്ലോത്തിങ് ബിസിനസ് തുടങ്ങാൻ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ സ്പോട്ട് മറക്കരുത് കേട്ടോ, സോവാട്ട് എന്ന് പറഞ്ഞാൽ. കാരണം എന്ന് വെച്ചാൽ അവിടെ നമുക്ക് വലിയ ക്രൈറ്റീരിയ കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ കയ്യിൽ എത്ര രൂപയാണോ ഉള്ളത് അതനുസരിച്ച് പർച്ചേസ് ചെയ്താൽ മതി. അതിലിപ്പോൾ ഇത്ര ക്വാണ്ടിറ്റി വേണം എന്നൊന്നുമില്ല. ചിലയിടത്തേക്ക് 40 ക്വാണ്ടിറ്റി വേണം, എങ്ങനെയൊക്കെ റൂൾസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ പക്ഷേ അങ്ങനെയൊന്നുമില്ല, നമ്മുടെ കയ്യിൽ ഉള്ളത് അത് രീതിക്ക് എടുത്താൽ മതി. ചില സമയത്ത് സിംഗിൾ പീസ് വരെ നമുക്ക് കിട്ടും. പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് വെറുതെ ഇരിക്കുന്ന ആൾക്കാർ മെയിനായിട്ട് ശ്രദ്ധിക്കുക, നിങ്ങൾ എന്തെങ്കിലും ഇപ്പോഴേ തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ഭാവി നിങ്ങൾക്ക് ആ ബിസിനസ് അടിപൊളി ഡെവലപ്പ് ചെയ്യുന്നത്. അല്ലാതെ ഒരു പ്രായം കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ നമുക്ക് വീട്ടിൽ നിന്നുള്ള പ്രശ്നമായിരിക്കും ജോലിക്ക് പോകുന്നത്. അപ്പോൾ അതിന് മുമ്പേ തുടങ്ങി വെക്കുന്നതായിട്ട് ഏറ്റവും നല്ലത്. ചുമ്മാ ഇരിക്കുമ്പോൾ ഇതേപോലെ ഓൺലൈൻ ബിസിനസ് ആയിട്ട് ഇങ്ങനെ ഡ്രസ്സോ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് താല്പര്യമുള്ള, ഇപ്പോൾ ചോയ്സൊക്കെ ഭയങ്കര കിടിലായിട്ട് ബിസിനസ്സാണ്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് ചെയ്യാൻ പറ്റുമെങ്കിൽ എറണാകുളം ബ്രോഡ്വേയിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റ് നിങ്ങൾക്ക് RC കാർഡൊക്കെ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് സെയിൽ ചെയ്യാം. അപ്പോൾ അതൊക്കെ ഒരു നല്ലൊരു ബിസിനസ്സാണ്. അപ്പോൾ നിങ്ങൾ അതുപോലെ നോക്കി ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഗൈസ് നിങ്ങൾക്ക് വിഷമിക്കേണ്ട, നല്ല പ്രായത്തില്ല, ആരെയും അടിമത്തം കാണിക്കാതെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ബിസിനസ്സിൽ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ശമ്പളം കൊടുത്ത് ജീവിക്കാം. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് നല്ലപോലെ മുന്നോട്ട് കൊണ്ടുപോകട്ടെ. അപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്ത കുറച്ച് ടീഷർട്ടിൻ്റെ ഫോട്ടോസും അതിൻ്റെ പ്രിൻറ്റും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ് നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ അതൊക്കെ ഒന്ന് കണ്ടിട്ട് വാ, എന്നിട്ട് അഭിപ്രായം നിങ്ങൾ കമൻറ്റായിട്ട് ഇടണം കേട്ടോ, മറക്കരുത്. നല്ല എമൗണ്ടൊക്കെ കൊണ്ടുവന്നാൽ നല്ല പ്രീമിയം ക്വാളിറ്റിയിലുള്ള ടീഷർട്ടൊക്കെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. 5 സ്ലീവ് ആയാലും പ്രിൻറ്റഡ് ആയാലും ബാക്ക് പ്രിൻറ്റഡ് ആയാലും ഫ്രണ്ട് പ്രിൻറ്റഡ് ആയാലും എല്ലാം സാധനങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നിങ്ങൾ എമൗണ്ടൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുറേ കടകളുണ്ട് കേട്ടോ. കയറി ഇറങ്ങി നോക്കിയാൽ മതി. എല്ലാ കടയിലും നമുക്ക് വ്യത്യാസം പറഞ്ഞൊരു 30 രൂപ 10 രൂപ അങ്ങനത്തെ റേഞ്ച് വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല കിടിലം സാധനം എടുത്തുകൊണ്ട് ഇപ്പോൾ അത്യാവശ്യം നല്ല എമൗണ്ട് ഉണ്ടെങ്കിൽ കിടിലായിട്ട് പർച്ചേസ് ചെയ്യല്ലേ. പക്ഷേ നമ്മളും കുറച്ച് സാധനം പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ കാണാം. ഫ്രണ്ട്സ് സ്റ്റേ ട്യൂൺഡ്.